Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ബിസിനസ് എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള essay ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പാർട്ട് ബിയിൽ നമുക്ക് ടോട്ടൽ 10 ചോദ്യങ്ങളാണ് വരുന്നത്. ഒരു ചോദ്യത്തിന് 5 മാർക്ക്. സോ അതിൽ 6 എണ്ണത്തിന് നമ്മൾ ആൻസർ ചെയ്യണം. 6 × 5 ടോട്ടൽ 30 മാർക്കാണ് പാർട്ട് ബിയിലുള്ള. സോ ഈ 10 ചോദ്യങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഏതൊക്കെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നമ്പർ 1 എന്നാ പിടിച്ചോ, നമുക്ക് ബിസിനസ് എത്തിക്സിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ നീഡ് പ്രതീക്ഷിക്കാം. അപ്പൊ എന്താണ് ബിസിനസ് എത്തിക്സ്? നിർബന്ധമായും പഠിക്കുക അതിന്റെ ഇമ്പോർട്ടൻസ് ആൻഡ് നീഡ്സ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബിസിനസ് എത്തിക്സ് നിർബന്ധമായും നോക്കുക. അതിൽ 2 ടൈപ്പ് ഫാക്ടേഴ്സ് ആണ് വരുന്നത്. ഇന്റേണലും ഉണ്ട്, എക്സ്റ്റേണലും ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കൂടുതൽ ഇന്റേണൽ എക്സ്പെക്ട് ചെയ്യുന്നു. ഇന്റേണലും ഉണ്ട്, എക്സ്റ്റേണലും ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണമാണ് വരാറ്. അപ്പോൾ ഇതിൽ ഇന്റേണൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ് നമുക്ക് പല തിയറീസ് വരുന്നുണ്ട് ബിസിനസ് എത്തിക്സിൻ്റെ. ആ തിയറീസിൽ ഏതെങ്കിലും ഒരെണ്ണം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. തിയറീസിൽ എത്തിക്സിൻ്റെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മെയിനായിട്ട് 2 പേരുടെ ഇപ്രാവശ്യത്തെ എക്സാമിന്. നമ്പർ 1 ഫ്രെഡ്മാൻസ് തിയറി, അതല്ലെങ്കിൽ രണ്ടാമത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഫ്രെഡ്മാൻസ് ഇക്കണോമിക് തിയറി, അതല്ലെങ്കിൽ കാൺസിൻ്റെ തിയറി. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരാളുടെ തിയറി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിർബന്ധമായും പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു ചോദ്യമാണ് ട്രസ്റ്റിഷിപ്പിനെ പറ്റിയിട്ട്. അതിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് ട്രസ്റ്റിഷിപ്പ് നിർബന്ധമായും പഠിക്കുക. 5 മാർക്കിനെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ പ്രിൻസിപ്പിൾസിൻ്റെ ലിമിറ്റേഷൻസ് നോക്കി വയ്ക്കുക കേട്ടോ. പ്രിൻസിപ്പിൾസിൻ്റെ ആൻഡ് ലിമിറ്റേഷൻസ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം. ഇനി നെക്സ്റ്റ് ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസ് ഇൻ എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ്, മറ്റൊരു എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യം. ഡിഫിക്കൽട്ടീസ് ഇൻ എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, നിർബന്ധമായും നോക്കുക. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റേജസ് ഉണ്ട്. എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സ്റ്റേജസ്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരെണ്ണമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ് അതിൽ തന്നെയുള്ളൊരു മറ്റൊരു ടോപ്പിക്കാണ് കണ്ടൻസ് ഓഫ് കോഡ് ഓഫ് എത്തിക്സ്. നോക്കണം, കണ്ടൻസ് ഓഫ് കോഡ് ഓഫ് എത്തിക്സ്, മറ്റൊരു ക്വസ്റ്റ്യൻ. നിർബന്ധമായും പഠിക്കുക. അതുപോലെ തന്നെ എത്തിക്സ് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് ഉള്ളതാണ് കേട്ടോ. എന്താണ് ഫങ്ഷൻസ് ഓഫ് എത്തിക്സ് കമ്മിറ്റി. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളത്. കണ്ടൻസ് ഓഫ് കോഡ് ഓഫ് എത്തിക്സും ഫങ്ഷൻസ് ഓഫ് എത്തിക്സ് കമ്മിറ്റിയും. ഇനി നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നത് കോർപ്പറേറ്റ് ഗവേണൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ചോദ്യമാണ്. കണ്ടൻസ് ഓഫ് ദ കോഡ് ഓഫ്
കോർപ്പറേറ്റ് ഗവേണൻസിനെ പറ്റിയിട്ട് കേട്ടോ. അപ്പോൾ അതിൽ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ കൺസെപ്റ്റ് എന്തായാലും നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് നിർബന്ധമായും നോക്കാം. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രിൻസിപ്പിൾസിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻസ് പഠിക്കണം. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ഹൗ കോമ്പറ്റീഷൻ ക്യാൻ ഇഫക്റ്റ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് കോർപ്പറേറ്റ് ഗവേണൻസ്. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, അത് കോർപ്പറേറ്റ് ഗവേണൻസിനെ റിലേറ്റ് ചെയ്തുള്ള തന്നെ. ഹൗ കോമ്പറ്റീഷൻ ക്യാൻ ഇൻഫ്ലുവൻസ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഐദർ പ്രിൻസിപ്പിൾസ്, ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ. എങ്ങനെയാണ് കോർപ്പറേറ്റ് ഗവേണൻസിനെ എഫക്റ്റ് ചെയ്യണേ എന്നുള്ളൊരു ചോദ്യം കേട്ടോ. ദെൻ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് വിസിൽ ബ്ലോയിങ് എന്താണ്. ദെൻ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ ബെനഫിറ്റ്സ് നോക്കിയിരിക്കണം. ക്യാരക്ടറിസ്റ്റിക്സ് അതുപോലെ തന്നെ ബെനഫിറ്റ്സ് ഒക്കെ പ്രതീക്ഷിക്കുന്നൊരു ചോദ്യമാണ് കേട്ടോ. വിസിൽ ബ്ലോയിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിസിൽ ബ്ലോയിങ് കൺസെപ്റ്റ് റിപ്പീറ്റ് ആണ്. ഇനി നെക്സ്റ്റ് CSRനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ CSRൻ്റെ സ്റ്റേജസ് ആണ്. സ്ട്രാറ്റജീസ്, നോട്ട് സ്റ്റേജസ്, സ്ട്രാറ്റജീസ് ഇൻ ദ adoption of CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ. അതുപോലെ തന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റിപ്പോർട്ടിംഗ് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. കോർപ്പറേറ്റ് സോഷ്യൽ റിപ്പോർട്ടിംഗ് എന്താണ്, അതിൻ്റെ കൺസെപ്റ്റ് എന്തായാലും അറിഞ്ഞിരിക്കണം. കോർപ്പറേറ്റ് സോഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ ദെൻ അതിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കണം കേട്ടോ. ഫീച്ചേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു ചോദ്യം. അപ്പോൾ CSRൻ്റെ ബേസിക്സും ഉണ്ട്, അതുപോലെ തന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സും ഇമ്പോർട്ടൻസും. ഇനി നെക്സ്റ്റ് നോളേജ് മാനേജ്മെൻറ്റ് എന്താണ്. നോളേജ് മാനേജ്മെൻറ്റ് എന്താണ്. നോളേജ് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഇമ്പോർട്ടൻസ് അതുപോലെ തന്നെ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നോളേജ് മാനേജ്മെൻറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഇമേജിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. കോർപ്പറേറ്റ് ഇമേജ്, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഇമേജിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം കേട്ടോ. ഇനി ഡിറക്ടേഴ്സിനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഫങ്ഷൻസ് ഓഫ് ഡിറക്ടേഴ്സ്, റോള്, ഫങ്ഷൻസ് ഡിറക്ടേഴ്സിൻ്റെ. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ 10 P's ഓഫ് കോർപ്പറേറ്റ് എക്സലൻസ്. കോർപ്പറേറ്റ് എക്സലൻസ് ചിലപ്പോൾ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ എക്സലൻസ്. അപ്പോൾ നമ്മൾ പാർട്ട് ബിയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. നമുക്ക് ടോട്ടൽ 10 ചോദ്യങ്ങളാണ് വരെ, അതിൽ 6 എഴുതിയാൽ മതി. അപ്പോൾ 6 എണ്ണത്തിൽ നമ്മൾ 6 ചോദ്യങ്ങൾ എന്തായാലും ഇതിൽ നിന്ന് കിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്പർ 1 ബിസിനസ് എത്തിക്സ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, നീഡ്സ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബിസിനസ് എത്തിക്സ്. നമ്പർ 2 തിയറീസിൽ ഏതെങ്കിലും ഒരെണ്ണം, അതിലിപ്പോൾ കൂടുതൽ നമ്മൾ ഫ്രോഡ്മാൻസ് തിയറീസോ അതല്ലെങ്കിൽ ഈ പറയുന്ന കാൺസിൻ്റെ തിയറീസോ ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് ഞാൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് കേട്ടോ. ഫ്രോഡ്മാൻ തിയറീസോ അതല്ലെങ്കിൽ കാണ്ടിൻ്റെ തിയറീസ്. സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഫ്രോഡ്മാൻ തിയറീസ്. ഓക്കെ, മാൻ തിയറീസോ കാണ്ടിൻ്റെ. ദെൻ ഫീച്ചേഴ്സ് ഓഫ്
ട്രസ്റ്റിഷിപ്പ്, ദെൻ പ്രിൻസിപ്പിൾസ് ആൻഡ് ലിമിറ്റേഷൻസ് നോക്കണം, ഡിഫിക്കൽട്ടീസ് ഇൻ എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് സ്റ്റേജസ് നോക്കണം, കണ്ടൻസ് ഓഫ് കോഡ് ഓഫ് എത്തിക്സ്, ഫങ്ഷൻസ് എത്തിക് കമ്മിറ്റിയുടെ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം, കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ പ്രിൻസിപ്പിൾസ്, ഇമ്പോർട്ടൻസ്, പിന്നെ ഹൗ കോമ്പറ്റീഷൻ ക്യാൻ ഇൻഫ്ലുവൻസ് കോർപ്പറേറ്റ് ഗവർണൻസ്, വിസിൽ ബ്ലോയിങ് എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ ബെനഫിറ്റ്സ് നോക്കണം, സ്ട്രാറ്റജീസ് ഇൻ ദി അഡോപ്ഷൻ ഓഫ് CSR, പിന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റിപ്പോർട്ടിംഗ് എന്താണ്, ഫീച്ചേഴ്സ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, നോളേജ് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ്, ഒബ്ജക്റ്റീവ്സ്, കോർപ്പറേറ്റ് ഇമേജ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഫങ്ഷൻസ് ഓഫ് ഡയറക്ടേഴ്സ്, 10 P's ഓഫ് കോർപ്പറേറ്റ് എക്സലൻസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇതിൽ ഒരെണ്ണം കൂടി പറയാനുള്ളത് റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ കൺസെപ്റ്റും കൂടി നോക്കാം കേട്ടോ. റിസ്ക് മാനേജ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ഷോർട്ട് നോട്ട്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ പാർട്ട് ബിയിലത്തെ റിപ്പീറ്റ് ചോദ്യങ്ങൾ. അപ്പോൾ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ഇതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഒരാറെണ്ണം. ദെൻ പിന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങൾ ഇതാണ്, ആൻഡ് ഫൈനലി ഇത്. സോ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിൻ്റെ ചോദ്യങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.